ആറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ടുള്ള അതുപോലെ കുറച്ച് കഴിക്കുമ്പോഴേ നമുക്ക് തികട്ടാത്ത രീതിയിലുള്ള ഒരു കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു റവ കേസരി കണ്ടാലോ. ഒരു പാനിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും 1 കപ്പ് റവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിയാൻ പാടില്ല. ഇതിൻ്റെ കളറ് ഒരുപാട് മാറാനും പാടില്ല. ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും കേട്ടോ കേസരി, അതും ശ്രദ്ധിക്കണം. അടുത്തൊരു സ്റ്റൗവിലേക്ക് 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടെ ചേർക്കാം. ഏത് കപ്പിലാണോ റവ അളക്കണേ ആ ഒരു കപ്പിൽ വേണം എല്ലാം അളന്നെടുക്കാനായിട്ട്. വെള്ളവും പാലും നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റവയിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി കൈവിടാതെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി തുടങ്ങി റവയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ 1.5 കപ്പ് ചേർത്തോളൂ. പക്ഷേ 2 കപ്പ് ഇടുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് വാട്ടറി പോലെ ആവും. എന്നാലും ഇത് നന്നായിട്ട് അതിന് ശേഷം വറ്റി വന്നോളും. ഇനി ഇതിൽ ഭംഗിക്ക് വേണ്ടി ഞാൻ 1-2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചേർക്കാതിരിക്കുകയാണ് നല്ലത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും 1/2 കപ്പ് നെയ്യും വേണം ചേർക്കാനായിട്ട്. ഇനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉണ്ടാവേണ്ടത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്നട്ട്സും റേസിൻസും ഇട്ടിട്ട് വറുത്ത് കോരാം. ഇനി അടപ്പ് തുറന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നെയ്യോട് കൂടിയിട്ടുള്ള കാഷ്നട്ട്സും റേസിൻസും ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. കണ്ടില്ലേ എത്ര നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരിക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കേസരി ഉള്ളത്. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞാലും നല്ല പഞ്ഞ് പോലെ ഉണ്ടാവും കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടാവും. ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്